ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഫയർലൈൻ തെളിയിക്കാൻ പോയപ്പോൾ ആന ചവിട്ടിക്കൊന്ന വിമലിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, കുടുംബത്തിന് ജോലി ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ചിന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മറയൂരിൽ പ്രവർത്തിക്കുന്ന ചിന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടന്ന മാർച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജീവന് തറവില നിശ്ചയിക്കാതെ മനുഷ്യരെ സംരക്ഷിക്കാനുള്ള നിലപാട് വനംവകുപ്പ് സ്വീകരിക്കണമെന്നും വനംവകുപ്പ് മന്ത്രി ജില്ലയിലെത്തി ജനപ്രതിനിധികളെ കേൾക്കാൻ തയ്യാറാകണമെന്നും സി.വി. വർഗീസ് പറഞ്ഞു. വനം മന്ത്രി ജില്ലയെ അടിയന്തരമായി വരേണ്ടതുണ്ട്. വനം മന്ത്രി അടുത്ത ദിവസം ഇവിടെ പങ്കെടുത്തതിനോട് സിപിഎമ്മിന് യോജിപ്പില്ല. എന്തുകൊണ്ട്? ഇവിടെ 14 ആളുകളെ ജീവൻ അപകരിക്കപ്പെട്ട പ്രദേശമുണ്ട്. ഇവിടെ നിരവധിയായ ആളുകളെ കൊലപ്പെടുത്തി. അതിനുശേഷം മന്ത്രി വന്ന് ഒരു യോഗം നടത്തി, തേക്കടി വന്ന് ഉദ്യോഗസ്ഥന്മാർ യോഗം നടത്തി. ടൂറിസ്റ്റ് കേന്ദ്രം സന്ദർശിച്ച് പോയാൽ പോരാ, ഇടുക്കി വനം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ഇടുക്കി ജില്ലയിൽ വരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ വിളിക്കണം, ജനപ്രതിനിധികൾ വിളിക്കണം. ഈ മരണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജീരാരംഭരായ 52 കുടുംബങ്ങൾ ഈ ജില്ലയിലുണ്ട്. ചമ്പക്കാട് ഗോത്രവർഗ സങ്കേതത്തിലെത്തി വിമലന്റെ കുടുംബത്തെ സി.വി. വർഗീസ് സന്ദർശിച്ചു. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഉറപ്പുവരുത്തുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊലയപ്പെട്ട വിമലിൻ്റെ വീട്ടിലാണ് വന്നത്. വിമലിൻ്റെ ഭാര്യയും മകനുമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇവിടെ ആവശ്യമായുള്ള ഭൂമി ഇവർക്കില്ല. 57 ഈ എംബസിയുടെ ഗവൺമെൻറ് അന്ന് 28 കുടുംബങ്ങളായി ഇവരെ കുടിയിരുത്തി. ഇവർക്ക് ആവശ്യമായ ഭൂമി അന്ന് കൊടുത്തു. ഒരു മോള് വിവാഹിതയാണ്. അവർക്ക് ജോലി കൊടുക്കുന്നതിനാവശ്യമായ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത്. വന്യജീവി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ വനംവകുപ്പ് ഓഫീസുകളിലേക്കും കുടിൽകെട്ടി സമരമടക്കം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് സിപിഐഎം വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.